ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അതിഷി സിംഗ്, മനീഷ് സിസോദിയ, രാഹുൽ ഗാന്ധി, രാഷ്ട്രപതി ദ്രൗപദി മുർമു തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. വികസനത്തിന്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ വോട്ടർമാരോട് അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു. നടക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമെന്ന് അതിഷി പറയുന്നു. രാവിലെ 9 മണിവരെ പോളിംഗ് 8.1% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരത് ലാൽ ഉണ്ട്. ശരത്ത്, തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പോരാട്ടമാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്ന ടാഗ്ലൈനൊക്കെയാണ് അരവിന്ദ് കെജ്രിവാളിനെങ്കിലും ഈ മദ്യനയ അഴിമതിയിലൊക്കെ മുങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ശോഭ കെട്ടു എന്നുള്ളത് സത്യം. വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കോൺഗ്രസിന് എത്രത്തോളം സാധിക്കും? അതുപോലെ തന്നെ തുടർഭരണം ഇനി വീണ്ടും ഡൽഹി ഭരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ BJP വരുന്നു. അങ്ങനെ ഈ നീണ്ടുനിന്ന പ്രചരണകാലം മുഴുവൻ പ്രക്ഷുബ്ധമായിരുന്നു പല ആരോപണങ്ങളാൽ. ഇന്ന് പോളിംഗ് ശതമാനം ഇതുവരെ എത്രയാണ്? എങ്ങനെയാണ് നിലവിലെ പോളിംഗ് പുരോഗമിക്കുന്നത്? എല്ലായിടത്തും ആളുകളൊക്കെ ഉണ്ടോ? പോളിംഗ് സ്റ്റേഷന് മുന്നിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാട്രിക് വിജയത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ 27 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന BJPക്ക് ഒരു തിരിച്ചുവരാനുള്ള അവസരമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. ഇതൊക്കെയാണ് കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കടുത്ത സംഘർഷവും അതുപോലെ കടുത്ത വിവാദങ്ങളും കടുത്ത പോർവിളികളും ഡൽഹിയിലെ ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് വേണം നമുക്ക് പറയാൻ. താഴേത്തടയിൽ മുതൽ ഉന്നത നേതാക്കൾ വരെ പരസ്പരം പോർവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. നമ്മൾ ഇന്ന് 3 പോളിംഗ് ബൂത്തുകളിലേക്ക് നമ്മൾ രാവിലെ തന്നെ പോയിരുന്നു. ഇവിടെയൊക്കെ പോളിംഗ് മന്ദഗതിയിലാണ്. അത് കാരണം രാവിലെ തണുപ്പാണ്. ഇനി ഒരു 10 മണിയോടുകൂടി മാത്രമേ പോളിംഗിലേക്ക് കൂടുതൽ ആളുകൾ വരികയുള്ളൂ എന്നതാണ് പാർട്ടി നേതാക്കളും മറ്റ് ഇലക്ഷൻ കമ്മീഷനും പ്രതീക്ഷിക്കുന്നത്. കാരണം തണുപ്പ് മാറിക്കഴിഞ്ഞ് അതിനുശേഷമാണ് ഇന്ന് അവധിയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ പോളിംഗ് ശതമാനം ഉയരുകയുള്ളൂ എന്നതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. പോളിംഗ് ഉയർന്നിട്ടില്ലെങ്കിൽ അത് ആരെ ബാധിക്കും എന്നതാണ് ഇപ്പോൾ ചർച്ച. തുടക്കത്തിൽ തന്നെ അതിരാവിലെ വലിയൊരു തിരക്ക് എവിടെയും അനുഭവപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മയൂർവാർ ഫേസ് 3യിൽ പോലും പോളിംഗ് വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. അതേപോലെ തന്നെ VIP മേഖലയായ നിർമ്മാൺ ഭവൻ, സഞ്ചാർ ഭവൻ, ഇവിടെയൊക്കെ പോളിംഗ് വളരെ മന്ദഗതിയിലാണ്. പോളിംഗ് ജനക്പുരി അതേപോലെ തന്നെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ മയൂർവാർ ഫേസ് 1 തുടങ്ങിയ കേന്ദ്രങ്ങളിലുമാണ് ഇപ്പോൾ ഇടത്തരക്കാരുടെ കേന്ദ്രങ്ങളിലുമാണ് ഇപ്പോൾ പോളിംഗ് പോളിംഗ് ശതമാനത്തിൽ അല്പം വർധനയും ക്യൂ അടക്കം ദൃശ്യമാകുന്നത്. ഏതായാലും ശ്രീലക്ഷ്മി, ഇത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം. കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജനങ്ങളുടെ കോടതിയിലാണ് കെജ്രിവാൾ ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടി ഇന്ന് രാവിലെയും പറഞ്ഞത്. ഈ കോടതി വിധി അനുസരിച്ചായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കുമെന്നും ഇതിൽ തന്നെ സൂചനയുണ്ട്. ഏതായാലും ഈ ജനവിധിയിൽ ആം ആദ്മി പാർട്ടിക്ക് കരകയറാൻ കഴിഞ്ഞാൽ മാത്രമേ ആ പാർട്ടിക്ക് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ എന്ന് വ്യക്തമാണ്. ഈ സാഹചര്യം കൂടിയാണ് BJP ശക്തമായ രീതിയിൽ മുന്നേറാനുള്ള ശ്രമം നടത്തുന്നത്. കെജ്രിവാളിനെ വ്യക്തിപരമായിട്ടും ആം ആദ്മി പാർട്ടിയെ നേതാക്കളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കടന്ന് ആക്രമിച്ചു കൊണ്ട് തന്നെയാണ് BJP തങ്ങളുടെ ഇലക്ഷൻ തന്ത്രം നടപ്പിലാക്കിയത്. എങ്ങനെ കാണും ബജറ്റിലെ ആദായ നികുതി ഇളവ് എങ്ങനെ ആപ്പിനെ ബാധിക്കും എന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടേഴ്സായിരുന്നു, പിന്തുണക്കാരായിരുന്നു ഉദ്യോഗസ്ഥ വൃന്ദം. അവരെങ്ങനെ ഇതിൽ നിന്ന് 12 ലക്ഷത്തോളമുള്ള ആദായ പരിധി ഉയർത്തിയത്, അത് എങ്ങനെ ഇടത്തരക്കാരെ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്നതനുസരിച്ചായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. 70 മണ്ഡലങ്ങളിലായി 69 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥം ആര് ഭരിക്കും എന്നതിലാണ് ആകാംക്ഷ. തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ആം ആദ്മി പാർട്ടി മത്സരം, 27 വർഷത്തെ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന BJP, ഒപ്പം കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ചങ്കിടുപ്പ് കൂട്ടും തുടങ്ങി ആകാംക്ഷകളേറെയാണ്, ചോദ്യങ്ങൾ ഏറെയാണ്. തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത് ലാൽ.